ഹായ്, ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് പ്രീമെൻസ്ട്രൽ സിൻഡ്രോം അഥവാ PMS എന്ന് പറയുന്ന ഒരു കണ്ടീഷനെ കുറിച്ചാണ്. എന്താണ് പ്രീമെൻസ്ട്രൽ സിൻഡ്രോം? പ്രീമെൻസ്ട്രൽ സിൻഡ്രോം എന്ന് പറയുന്നത് ഒരു ഏജ് ഗ്രൂപ്പ് ഓഫ് ലേറ്റ് 20s ടു ഏർലി 40s സ്ത്രീകളിൽ കാണുന്ന ഒരു പ്രോബ്ലമാണ്. സോ ഔട്ട് ഓഫ് 4 മെൻസ്ട്രേറ്റിംഗ് വുമൺ 3 പേരിലെങ്കിലും പ്രീമെൻസ്ട്രൽ സിൻഡ്രോം കാണും എന്നുള്ളതാണ് നമ്മുടെ കണക്കെടുപ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് പ്രീമെൻസ്ട്രൽ സിൻഡ്രോം? സോ പ്രീമെൻസ്ട്രൽ സിൻഡ്രോം എല്ലാ സ്ത്രീകളിലും ഈ പറഞ്ഞ പോലെ പീരിയഡ്സ് വരുന്നതിന് ഒരു 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്സ് മുന്നേ കാണുന്ന ഒരു പ്രോബ്ലമാണ്. സോ പ്രീമെൻസ്ട്രൽ സിൻഡ്രോമിൽ മോർ ഓഫ് ഫിസിക്കൽ ചേഞ്ചസ് അതുപോലെ തന്നെ ഇമോഷണൽ ചേഞ്ചസ് കാണും. So what are the emotional changes? Premenstrual syndrome ഉള്ള സ്ത്രീകളിൽ എന്തൊക്കെയാണ് ഇമോഷണൽ ചേഞ്ചസ് എന്ന് പറയുന്നത് മൂഡ് സ്വിങ്സ് ആകാം, ഇറിറ്റബിലിറ്റി ആകാം, ആങ്സൈറ്റി ആകാം, അതുപോലെ ഡിപ്രഷൻ, അതുപോലെ ക്രൈയിങ് സ്പെൽസ്, പെട്ടെന്ന് കരയുക, പെട്ടെന്ന് ഒരു ദേഷ്യം വരിക, അങ്ങനത്തെ കാര്യങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരുന്നതാണ്. അതുപോലെ തന്നെ ഫിസിക്കൽ ചേഞ്ചസ് എന്തൊക്കെയാണ്? പല സ്ത്രീകളിലും പീരിയഡ്സ് വരുന്നതിന് മുന്നേ ആയിട്ട് ഒരു ബ്ലോട്ടിംഗ് സെൻസേഷൻ അല്ലെങ്കിൽ ഒരു വെയിറ്റ് കൂടി എന്ന് തോന്നൽ, അതുപോലെ തന്നെ ആക്നെ, പെട്ടെന്ന് മുഖക്കുരുകൾ കൂടുതലായിട്ട് വരിക, അതുപോലെ തന്നെ ഭക്ഷണത്തിൽ ലോസ് ഓഫ് അപ്പറ്റൈറ്റ് അല്ലെങ്കിൽ ചില ഭക്ഷണങ്ങളോട് ലൈക്ക് കൂടുതലായിട്ട് മധുരമുള്ള ഭക്ഷണങ്ങളോട് ക്രേവിങ് തോന്നുക, അതുപോലെ ഉറക്കക്കുറവ് എന്നുള്ള കാര്യങ്ങളാണ് പ്രീമെൻസ്ട്രൽ സിൻഡ്രോമിൽ ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ ചേഞ്ചസിൽ വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പം ഇങ്ങനത്തെ ഒരു പ്രോബ്ലം നമുക്ക് നേരിടുകയാണെങ്കിൽ ആദ്യം തന്നെ നമ്മളൊരു ഡോക്ടറെ കണ്ട് ഇതിൽ ഈ പറയുന്നത് പ്രീമെൻസ്ട്രൽ സിൻഡ്രോം തന്നെയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ക്യാൻ ബി ഇപ്പോൾ ഈ പ്രീമെൻസ്ട്രൽ സിൻഡ്രോം വേറെ കുറച്ച് രോഗങ്ങളായിട്ടും മിമിക് ചെയ്യാം. അപ്പോൾ ഒന്ന് തൈറോയിഡ് ഡിസീസുള്ള സ്ത്രീകളിലും ഇതുപോലത്തെ സിംറ്റംസ് കാണാം. അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും മൂഡ് ഡിസോർഡേഴ്സ് ഉള്ള സ്ത്രീകളിലും പ്രീമെൻസ്ട്രൽ സിൻഡ്രോം കാണാം. കൂടുതലായിട്ട് വിഷാദം, ഈ പ്രീമെൻസ്ട്രൽ സിൻഡ്രോം കൂടുതലായിട്ട് വിഷാദം അല്ലെങ്കിൽ കൂടുതലായിട്ട് ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ അഫക്റ്റ് ചെയ്യുക, കൂടുതലായിട്ട് ഡിപ്രഷൻ, കൂടുതലായിട്ട് ക്രൈയിങ് സ്പെൽസ്, അങ്ങനത്തെ ഇഷ്യൂസ് വരികയാണെങ്കിൽ അതിൻ്റെ സിവിയറിറ്റി കൂടും. അങ്ങനെ സിവിയറിറ്റി കൂടുന്ന കണ്ടീഷനെയാണ് പ്രീമെൻസ്ട്രൽ ഡിസ്ഫോറിക് ഡിസോർഡർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. ഒന്ന്, നമുക്ക് സെൽഫ് കെയർ നമുക്ക് ഇംപ്രൊവൈസ് ചെയ്യാം. സമയത്തിന് ഭക്ഷണം കഴിക്കുക, സ്മോൾ ഫ്രീക്വൻറ്റ് മീൽസ്, അതായത് എല്ലാ 2 മണിക്കൂർ ഇടവിട്ടും നമ്മൾ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കണം. 3 times എന്നുള്ളൊരു 6 times ആയിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. അപ്പം ഇങ്ങനെ ബ്ലോട്ടിംഗ് സെൻസേഷൻ അങ്ങനത്തെ ഇഷ്യൂസ് കുറയും. അതുപോലെ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക, ഒരു 30 തൊട്ട് 40 മിനിറ്റ് വരെ റെഗുലറായിട്ട് യോഗ, എയറോബിക്സ് അല്ലെങ്കിൽ വാക്കിംഗ്, എന്തെങ്കിലും ഫോം ഓഫ് ആക്ടിവിറ്റി ചെയ്യണം. അതുപോലെ തന്നെ മൂഡ് സ്വിങ്സ് അല്ലെങ്കിൽ കൂടുതലായിട്ട് ഇറിറ്റബിലിറ്റി ഇഷ്യൂസ് അങ്ങനെ തോന്നുകയാണെങ്കിൽ നിങ്ങളൊരു സൈക്കോളജി കൗൺസിലറിനെ കാണുക. അവർ നിങ്ങൾക്ക് തെറാപ്പി തരും, എങ്ങനെ അതുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതിന് തെറാപ്പി തരും. പിന്നെയുള്ളത് നമുക്ക് ഹോർമോൺ തെറാപ്പിയാണ്. ഹോർമോൺ തെറാപ്പിയിൽ നമുക്കൊരു 3 to 6 months ഹോർമോൺസ് എന്തെങ്കിലും എടുക്കേണ്ടി വരും ഇതിനൊരു ബെനിഫിറ്റ് കാണാൻ. അതുപോലെ തന്നെ സപ്ലിമെൻറ്റ്സ് ഉപയോഗിക്കാം, വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ്. അതുപോലെ ഈവനിങ് പ്രിംറോസ് ഓയിൽ എന്ന് പറഞ്ഞൊരു സപ്ലിമെൻ്റ് ഉണ്ട്, അതും ഈ ഒരു കണ്ടീഷനെ ഹെൽപ്പ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. പ്രീമെൻസ്ട്രൽ സിൻഡ്രോം മിക്ക സ്ത്രീകളിലും വളരെയധികം ബുദ്ധിമുട്ട് ക്രിയേറ്റ് ചെയ്യണ ഒരു സംഭവമാണ്. അപ്പം നമ്മളത് എത്രയും പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് ഒരു ഗൈനക്കോളജിസ്റ്റിനെ ചെന്ന് കാണേണ്ടതാണ്. സോ ദാറ്റ് യു ക്യാൻ ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് യുവർ ലൈഫ്. താങ്ക് യു.